കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വർക്കല ക്ലിഫിലോട്ട് വന്നേക്കാണ് കേട്ടോ. ആദ്യം കരുതി തിരക്കും കാര്യങ്ങളും ഒന്നും കാണത്തില്ലെന്ന്. പക്ഷെ നമ്മൾ കുറേ അങ്ങോട്ട് പോയപ്പോഴാണ് കേട്ടോ പാർക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് മെല്ലെ മെല്ലെ നടന്നാണ് കേട്ടോ നമ്മൾ ബീച്ചിലോട്ട് വന്നത്. പിന്നെ എന്താ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ പോയപ്പോൾ വണ്ടി ദൂരത്താണ് കേട്ടോ പാർക്ക് ചെയ്തിട്ട് ഒരുപാട് നടന്ന്. പിന്നെ ബീച്ചിലല്ലേ പോകുന്നത്, അപ്പം മോൻ അവിടെ എന്തായാലും അവൻ മണലിൽ കളിക്കാനാണ് കേട്ടോ പോകുന്നത്. വെള്ളത്തിൽ ഇറങ്ങുന്നതിനുപരി അവന് മണലിൽ കളിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സും ടവലും വെള്ളവും കാര്യങ്ങളും എല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ മറ്റേ സ്കൂബിയുടെ ബാഗ് പോലെ ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നത്. എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ അങ്ങ് എടുത്തു. പിന്നെ അതിന് ശേഷം നല്ല ചൂടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു. നല്ല വലിപ്പമുള്ള കപ്പലണ്ടി ആയിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങി ഇങ്ങനെ മെല്ലെ നടന്ന് നല്ല തണുപ്പും നല്ല തണുത്ത ഒരു കാറ്റും കാര്യങ്ങളും വരും കേട്ടോ. നമ്മൾ പിന്നെ കപ്പലണ്ടിയൊക്കെ കുറിച്ച് അങ്ങനെ കുറേ ദൂരം നടന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്ന് കരുതിയിട്ട് മോനാണെങ്കിൽ കളിക്കാനുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ വന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ മണൽമേൽ ഒന്നിച്ചായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ വേണ്ടി പോയില്ല. എനിക്കാണെങ്കിൽ ദേഹം നനയുന്നത് പിന്നെ ചെരുപ്പ് നനയുന്നത് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും അവിടെ വന്നേ ഇല്ലയോന്നും കരുതിയാണ് കേട്ടോ ലാസ്റ്റാണ് പോയത്. അത് ഒരു 2-3 തവണ എന്തോ കാല് നനച്ചതേ ഉള്ളൂ. പിന്നെ കുറേ ദൂരം അവിടെ നടന്ന് കേട്ടോ. നല്ലൊരു എന്താ പറയുന്നത്, ആ ഒരു സൺസെറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കേട്ടോ. സണ്ണ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ആ ഒരു സമയത്ത് അവിടെ ഇരുന്നാണ് കേട്ടോ നമ്മളതൊക്കെ കണ്ടത്. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. മനസ്സിനൊക്കെ ഒത്തിരി സന്തോഷമല്ലേ ഇങ്ങനെ വന്നിരിക്കും. നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇടയ്ക്കൊക്കെ വരുന്നത് വലിയ തിരയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ മറ്റേ ഫിസിൽ ഊതുമല്ലോ. എങ്കിൽ പോലും പിള്ളേരിൻ്റെ ഉള്ളിലോട്ട് കുറേ പേര് നിൽപ്പുണ്ട് കേട്ടോ. അവരത്രയും ഊതിയിട്ടും കയറുന്ന പറഞ്ഞിട്ട് പോലും ആരും അനുസരിക്കുന്നില്ല. എല്ലാവരും കൊച്ചു പിള്ളേരൊക്കെ തന്നെ മണ്ണിലായിരുന്നു കേട്ടോ. തലയിന്മേലെല്ലാം മണൽ കാര്യങ്ങളുമായിരുന്നു. പിന്നെ മോനാണെങ്കിൽ അവനങ്ങനെ ലാസ്റ്റാണ് കേട്ടോ കടലിൽ ഇറങ്ങാമെന്നൊരു നിഗമനത്തിൽ വന്നെത്തിയത്. അതുവരെ അവൻ അവിടെ നിന്ന് കളിച്ചാൽ മതിയെന്നായിരുന്നു. പിന്നെ ഈ കൊച്ചു പിള്ളേരൊക്കെ നടന്ന് കളിക്കുന്നത് കണ്ടോണ്ടായിരിക്കും ആ ഒരു ഇൻട്രസ്റ്റ് ആയത്. നമ്മൾ എത്രയൊക്കെ എവിടെയൊക്കെ പോയാലും അമ്പലത്തിലും ഈ ബീച്ചിലും ഒക്കെ വന്നിരിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സമാധാനവും സന്തോഷമാണ് കേട്ടോ. നമ്മുടെ എത്ര വലിയ ടെൻഷനായാലും എത്ര സങ്കടമാണെങ്കിലും എന്താണെങ്കിലും അതൊന്ന് റിലീഫ് ആവാൻ ഭയങ്കര ഒരു നല്ലൊരു എഫക്റ്റാണ് കേട്ടോ ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇറങ്ങി കേട്ടോ. ഞാൻ പാൻ്റൊക്കെ നന്നായിട്ട് ചുരുട്ടി മേളത്തോട്ട് വെച്ചിട്ട് ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ടാണ് കേട്ടോ. ചെരുപ്പ് നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. പിന്നെ വണ്ടിയിലൊക്കെ കയറുമ്പോൾ അതിലും പ്രശ്നമാകും. അങ്ങനെ നമ്മൾ രാത്രിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പൂരിയൊക്കെ കഴിച്ചു കേട്ടോ. പൂരി കഴിക്കണമെന്ന് കുറച്ചായി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ ഉണ്ടാക്കുവാണെങ്കിൽ അത് നന്നായിട്ട് ശരിയായി വരുത്തേയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് പൂരിയൊക്കെ കഴിച്ചു കേട്ടോ. നല്ല വയറൊക്കെ നിറഞ്ഞ് ചായയും കുടിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് ഭയങ്കര എന്തോ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് ഫ്രഷൊക്കെ ആയി കിടന്നുറങ്ങി കേട്ടോ. പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.